കെട്ടിക്കൊണ്ടൊരു അപ്പൂപ്പന്റെ ഇതിലാണ് ലാല് സ്റ്റേജ്. ഞാൻ സുരേഷിന്റെ അപ്പൂപ്പനെ മനസ്സിലാലോചിച്ചുകൊണ്ടാണ്. നല്ല ഭംഗിയുള്ള ഒരു അപ്പൂപ്പനാണ്. സുരേഷിനെ പോലല്ല, വളരെ ഭംഗിയുള്ള വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു അപ്പൂപ്പനാണ്. ആളെ ഇപ്പൊ കിട്ടും, അറിയോ? വാ കാണാം. സ്കൂള് കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഞാൻ MG കോളേജിലേക്ക് പോയി. പ്രിയൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ആ സമയം കൊണ്ട് കുത്തിക്കുറിക്കും. ഇത് എന്താണ് പരിപാടി? ഇത് എന്നാ പരിപാടി? ഏത് പടമാണെങ്കിലും സ്ക്രിപ്റ്റ് എഴുതും. രാവിലെ അവിടുന്ന് ടോയ്ലറ്റ് പേപ്പർ വലിച്ചു വെച്ച് ഇങ്ങോട്ടിരുന്ന് അതിന്റെ പുറത്തിട്ടാണ് എഴുതുന്നത്. കുറച്ച് കൂടുതലാണ്. കൂടുതലല്ല, സത്യം. ഒരു പ്രാവശ്യം 5-6 പ്രാവശ്യം അല്ലേ അങ്ങനെ ഉച്ചയ്ക്ക് മുക്കുത്തി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇന്നിട്ട് കാണുമ്പോഴും സ്ക്രിപ്റ്റ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ക്ലൈമാക്സ് ഒഴിച്ചുള്ള സ്ക്രിപ്റ്റ് കുറച്ചൊക്കെ ഉണ്ട്. ഒന്നുമില്ല, ക്ലൈമാക്സ് ഒഴിച്ച് ക്ലൈമാക്സ് ഉണ്ടായിരുന്നു, ബാക്കിയൊന്നുമില്ല. എന്താണ് ശരിയാവും? നിനക്ക് വല്ലതും പറ്റിയ ഒന്ന് പോറി. ലാലിന്റെ മുഖത്ത് ആദ്യം ക്ലാപ്പ് വെച്ച ഞാനാണ്. അതെവിടെ എങ്ങനെ തിരുനോട്ടത്തിന്റെ ആ സമയത്ത് ആദ്യം ക്ലാപ്പ് വെച്ച് അതിന്റെ ഐശ്വര്യം ഇടയ്ക്കിടയ്ക്ക് പറയും. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല. കൂടുതൽ വഴക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ അങ്ങനെ ഇല്ല. സുരേഷ് ഇവര് തമ്മിലാണ് വഴക്ക്. എന്തോ ഒരു ഭാഗ്യം ഈ മുഖത്ത് നോക്കി തെറി പറയാൻ തോന്നും. അല്ല സോറി, തോന്നില്ല. നീ ഒരു ഉപകാരം ചെയ്യോ? ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കാം. നീ ആ ബസ് കയറി എന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കണം. ആ പുല്ലേ ഒരു കരിയർ തുടങ്ങി, അത് വളർന്നു. മുതലേ ഇത്തരം ഒരു കഥ വേറൊരു കഥയിലേക്ക് മാറ്റാൻ തൽപരനായിരുന്നു. അത് ശരിയാണ്. ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചത്? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. പുറത്തു പറയാൻ കൊള്ളില്ല. നമുക്ക് ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല.